പേരാമ്പ്രയിലെ വിവാദ അനൗൺസ്മെന്റിൽ ചട്ടലംഘനമുണ്ടായിട്ടില്ലെന്ന് ജില്ലാ കളക്ടർ. തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് നൽകും. യുഡിഎഫിനെതിരായ പരാതിയിൽ തെളിവ് ലഭിച്ചിട്ടില്ലെന്നും ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞു. ഫ്ലൈയിങ് സ്ക്വാഡിലെ പരിശോധന കംപ്ലീറ്റ് ആയി, അതിൻ്റെ റിപ്പോർട്ട് കിട്ടി. ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് അതൊരു കംപ്ലീറ്റ്ലി MCC വയലേഷൻ ഉണ്ടോ അങ്ങനെ പറയാൻ പറ്റില്ല. രണ്ടാമതിൻ്റെ എനിക്ക് ഡൗട്ടുണ്ട്. എനിക്ക് ആദ്യമായിട്ടുള്ള പരാതിയിൽ എനിക്ക് കൺഫർമേഷൻ ഉണ്ട്. രണ്ടാമതിൻ്റെ ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. അസ്ലം കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അസ്ലം, ആദ്യ പരാതിയിൽ മാത്രമാണ് തെളിവ് ലഭിച്ചത് എന്നാണോ ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത്? പേരാമ്പ്രയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവാദം എന്ന് പറയുന്നത് LDF നടത്തിയ ഒരു വിവാദ അനൗൺസ്മെന്റ് ആയിരുന്നു. അത് കൗമിലെ കുട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന രീതിയിൽ മുസ്ലിം ലീഗ് വീടുകളിൽ പ്രചരണം നടത്തുന്നു. ഇത് വലിയ തോതിലുള്ള പ്രശ്നം സൃഷ്ടിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു LDFന്റെ അനൗൺസ്മെന്റ്. ഈ അനൗൺസ്മെന്റിനെതിരെ UDF പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകി, ഭരണാധികാരിക്ക് നൽകി. അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം LDF കൺവീനർ കൂടിയായ LDFന്റെ സ്ഥാനാർത്ഥി TP രാമകൃഷ്ണനോട് തേടി. അതിനുശേഷം ഈ വിശദീകരണവും അതോടൊപ്പം വീഡിയോ പരിശോധിച്ചതിന് ശേഷം ഈ മാതൃകാ പെരുമാറ്റച്ചട്ടം സംബന്ധിച്ചുള്ള വിശദീകരണം നോക്കുന്ന ഫ്ലൈയിങ് സ്ക്വാഡ് ജില്ലാ കളക്ടർ നൽകിയ വിശദീകരണം എന്ന് പറയുന്നത് ഇതിൽ മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതായത് അനൗൺസ്മെന്റിൽ സ്ഥാനാർത്ഥിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടോ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സാമുദായിക ധ്രുവീകരണം അല്ലെങ്കിൽ മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമോ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു നിഗമനമാണ് ഫ്ലൈയിങ് സ്ക്വാഡ് നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ ഈ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറുമെന്ന് പറഞ്ഞു. അതേസമയം തന്നെ UDFനെതിരായ പരാതി ഉണ്ടായിരുന്നു. 3 പേർ നൽകിയ പരാതി. അത് സംബന്ധിച്ച് എന്തെങ്കിലും തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. പരിശോധന നടക്കുന്നതേ ഉള്ളൂ. അതിൽ ഫയൽ ക്ലോസ് ചെയ്തിട്ടില്ല എന്നും പറയുന്നു. ഇതുവരെയുള്ള വിവാദ പരാമർശത്തിൽ, വിവാദ അനൗൺസ്മെന്റിൽ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നമുക്ക് ഒരു പ്രതികരണം, നേരിട്ടുള്ളൊരു പ്രതികരണം കൂടി എടുക്കാം. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് മിസ്സബ് കീഴേരിയൂർ, അദ്ദേഹം പേരാമ്പ്ര കീഴേരിയൂർ സ്വദേശി കൂടിയാണ്. അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിങ്ങൾ പരാതി നൽകി. അതിൽ ജില്ലാ കളക്ടർ ഇപ്പോൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത് അതിൽ പെരുമാറ്റച്ചട്ട ലംഘനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പരാതി നിലനിൽക്കുന്നില്ല എന്നാണ് ജില്ലാ കളക്ടർ പറഞ്ഞിരിക്കുന്നത്. പരാതി നിലനിൽക്കുന്നില്ല എന്ന് അതിനർത്ഥമില്ല. അങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് കൃത്യമായി ഉൾക്കൊണ്ടിട്ടുണ്ട്. ഏതായാലും വളരെ കൃത്യമായ തെളിവോട് കൂടിയിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ അനൗൺസ്മെന്റ് പ്രചരണത്തെ പരാതി മുഖാന്തരം നൽകിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞിട്ടാണ് അതിൽ നിന്നുള്ള ഇത്തരത്തിലുള്ളൊരു സമീപനം അതോറിറ്റി സ്വീകരിച്ചിരിക്കുന്നത്. ഞങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ പറയുന്നു, ഇലക്ഷൻ കമ്മീഷൻ പക്ഷപാതപരമല്ലാതെ പെരുമാറുകയും ജനാധിപത്യപരമായി കാര്യങ്ങൾ കാണുകയും സുഗമമായ സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടക്കാൻ ബാധ്യസ്ഥരാണ്. അത് നടത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇനി ഏതെങ്കിലും തരത്തിൽ സാങ്കേതികമായി ഈ പരാതിയുടെ ചില ഉള്ളടക്കങ്ങളുടെ പേരിൽ ഇത് തള്ളുകയാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട നിയമ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. സമാനമായൊരു സംഭവം വ്യാജ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് വടകരയിലുണ്ടായപ്പോൾ ആദ്യഘട്ടത്തിൽ വാദിയെ പ്രതിയാക്കുന്നൊരു സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ നിയമപരമായി നീങ്ങി യഥാർത്ഥ പ്രതിയിലേക്ക് ഏകദേശം എത്തുമ്പോൾ പോലീസ് ഇടപെട്ട് അതിനുള്ള ശ്രമം എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് രാഷ്ട്രീയ പ്രേരിതമാണ്. ഇനി മുന്നോട്ട് പോകും. കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യഘട്ടത്തിൽ ഏത് രീതിയിലാണോ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ കണ്ടത്, സമാനമായി ഈ പരാതിയും കാണുന്നതായിരിക്കാം. ഞങ്ങളതിൽ കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. കോടതി മുഖാന്തരം നിയമ നടപടികളുമായി ബന്ധപ്പെട്ട ആളുകളുമായി ആലോചിച്ച് മുന്നോട്ട് പോകും. ഒരു കാര്യം കൂടി, ഇപ്പോൾ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയക്കെതിരെയും പരാതി വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ നമ്മുടെ കുട്ടി എന്ന് പറഞ്ഞിട്ട് വോട്ട് തേടി എന്ന് പറഞ്ഞിട്ട് 3 പേർ പരാതി കൊടുത്തിട്ടുണ്ട്. ആ വിഷയത്തിൽ എന്താണ്? അത് എല്ലാവരും തള്ളിക്കളഞ്ഞൊരു വിഷയമാണ്. പ്രത്യേകിച്ചൊരു തെളിവുമില്ലാത്ത വിഷയമാണ്. ഫാത്തിമ തഹ്ലിയ ഇലക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെ ഈ വിഷയത്തിൽ വ്യാജ പരാതി ഉന്നയിച്ചവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കും. അവർക്കെതിരെ വ്യാജ പരാതിക്കുള്ള പോലീസ് പരാതിയും കോടതി മുഖാന്തരവും മാനനഷ്ടത്തിനുള്ള കേസും ഒക്കെ കൊടുക്കുമെന്നാണ്. അതിൻ്റെ നിയമ നടപടികൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ ആളുകളെ സംബന്ധിച്ച് അതിൽ ഒരാൾ പറഞ്ഞ വ്യക്തി LDFന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പരാജയപ്പെട്ടൊരു സ്ഥാനാർത്ഥിയാണ്. സ്വാഭാവികമായും ആ ഒരു സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ പോയി കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ശിവൻ മാസ്റ്റർ, പഞ്ചായത്ത് അംഗം അശോകൻ, UDFന്റെ ചെയർമാൻ OK കുമാരൻ, കൺവീനർ TU സൈനുദ്ദീൻ, ഇപ്പം എൻ്റെ നാടാണ് ഞാൻ ഉൾപ്പെടെ, അങ്ങനെ പോകുന്ന സമയത്ത് വന്നവരത് പറഞ്ഞിട്ടില്ല എന്നവർ പറയുന്നുണ്ട്. കൂടെ വന്നവരത് പറഞ്ഞിട്ടില്ല. സ്ഥാനാർത്ഥി പലരെയും കണ്ടിരിക്കാം. സ്ഥാനാർത്ഥി ഈ വ്യക്തിയെ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഈ കൈ പരിക്ക് പറ്റിയിരിക്കുന്ന ഒരു വ്യക്തിയെ എന്ന നിലയിൽ ആ വീട്ടിൽ മുറ്റത്തിരിക്കുമ്പോൾ അവരൊന്ന് കണ്ടിരുന്നു. അപ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള സംസാരം നടന്നിട്ടില്ല, വോട്ടഭ്യർത്ഥന പോലും നടന്നിട്ടില്ല. പക്ഷെ അത് മുമ്പ് നടന്നൊരു സംഭവം എന്ന് പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
നിയമ നടപടി അവർക്കൊരു ശരി. നോട്ടീസ് അത് നിയമപരമായ നടപടി സ്വീകരിക്കും. ഞങ്ങളുടെ നാട് വളരെ സൗഹൃദപരമായി നീങ്ങുന്ന സ്ഥലമാണ്. നിരവധി തെരഞ്ഞെടുപ്പുകൾ നേരിട്ടതാണ്. ഒരു പ്രദേശത്തെ വർഗീയവൽക്കരിക്കാൻ ആരുടെയെങ്കിലും നിർദ്ദേശം സ്വീകരിച്ച് ഏതായാലും പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് യൂത്ത് ലീഗിന്റെ നിലപാട്. അസ്ലമിനോട് അത് പറയുകയായിരുന്നു.